ഹലോ ദിസ് ഇസ് ഡാനിയൽ ഫ്രം iCarely.com. ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു ഡിവൈസാണ് ആകാശ് 2 ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റ് ഒരു വാല്യൂ ഫോർ മണി ഡിവൈസാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഈ ഡിവൈസിൻ്റെ പ്രൈസ് ജസ്റ്റ് 3500 രൂപയുള്ളൂ, 3500 റുപ്പീസ്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡിവൈസാണിത്. ഈ ഡിവൈസ് സ്റ്റുഡൻസിന് ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് സബ്സിഡിക്ക് ശേഷം ഏകദേശം 2000 രൂപയിൽ താഴെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 3500 രൂപയാണ് ഈ ഡിവൈസിന് വില വരുന്നത്. ഇത് ഡയറക്റ്റ് ഷോപ്സിൽ കിട്ടുന്നതായിരിക്കില്ല വാങ്ങാനായിട്ട്. ഇത് ഓൺലൈൻ തന്നെ agashtablet.com എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പോലെ ഇത് ഏകദേശം 7 ഡേയ്സിന് ഡെലിവറി കിട്ടും എന്നാണ് സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഞാനിത് ഓർഡർ ചെയ്തിട്ട് ഏകദേശം 28 ഡേയ്സ് എടുത്തത് കിട്ടാനായിട്ട്. അതുമാത്രമല്ല വേറൊരു സർപ്രൈസ് കൂടി ഉണ്ടാകുന്ന വെച്ചാൽ 3500 രൂപ റെസിസ്റ്റീവ് ടച്ച് സ്ക്രീൻ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ ഡിവൈസാണ് അവർ എനിക്ക് അയച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹാപ്പി വിത്ത് ദ പാക്കേജ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ വളരെ ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു 7-inch കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ഉണ്ട്. ഈ പ്രൈസിന് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വളരെ വാല്യൂ ഫോർ മണി സ്ക്രീനാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ആമോലെഡ് സ്ക്രീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച് റേഷ്യോ ഒന്നും ഇപ്പോഴത്തെ അഡ്വാൻസ് ഡിവൈസസായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ മണിക്ക് ഈ പറയുന്ന പ്രൈസിന് കിട്ടാവുന്നതിൽ വളരെ നല്ല സ്ക്രീനാണ്. ഐ എം വെരി ഹാപ്പി വിത്ത് ദ സ്ക്രീൻ. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ ഇതിനൊരു ബട്ടൺസ് ഒന്നും കാണുന്നില്ല, ഫിസിക്കൽ ബട്ടൺസ് ഒന്നുമില്ല. എല്ലാ ബട്ടൺസും ഇവിടെ സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരു ബാക്ക് ബട്ടൺ, ഒരു ഹോം ബട്ടൺ, അത് കൂടാതെ ഒരു റണ്ണിങ് ആപ്ലിക്കേഷൻസ് ബട്ടൺ, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, ഇതെല്ലാം സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഏരിയ കുറച്ച് ബട്ടൺസിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻസ് ബട്ടൺ. പിന്നെ ഇതിൻ്റെ ബാക്കി ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ ഒരു VGA ക്യാം ഉണ്ട്. ഇതൊരു സ്കൈപ്പ് അല്ലെങ്കിൽ അത് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ക്യാമറയാണ്. അതല്ലാതെ ഒരു എക്സ്ട്രീംലി ഗുഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ക്യാമറ അല്ല. എങ്കിൽ തന്നെയും ഈ പ്രൈസിൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാമറ ഉള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ക്യാമറ ഒന്നും വരുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ, ഒരു ചാർജർ വരുന്നുണ്ട്. അതിൻ്റെ ചാർജർ കണക്ട് ചെയ്യാനുള്ള പെൻ, പിന്നെ ഒരു മൈക്രോ USB കണക്ടർ. അതുകൊണ്ട് തന്നെ മൈക്രോ USB കേബിൾ വെച്ച് PC-യിലേക്ക് സിങ്ക് ചെയ്യാനും ഡീറ്റെയിൽസ് ട്രാൻസ്ഫർ ചെയ്യാനും ഒരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ USB മാസ് സ്റ്റോറേജ് പോലെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഒരു 3.5mm യൂണിവേഴ്സൽ ഓഡിയോ ജാക്ക്. അതുകൂടാതെ തന്നെ സൈഡിൽ ഒരു വോളിയം റോക്കർ കീസ് ഉണ്ട്, വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ടും. അതിൻ്റെ ഒരു ഓൺ സ്ക്രീൻ ബട്ടൺസ് അപ്പിയർ ചെയ്യുന്നത് കൂടാതെ ഫിസിക്കൽ ബട്ടണും ഉണ്ട്. പിന്നെ താഴെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. പിന്നെ താഴെ ഇവിടെ ഒരു സ്പീക്കേഴ്സ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഇത് ഡേറ്റാബൈൻഡ് എന്ന് പറഞ്ഞ കമ്പനി UB Slate എന്ന് പറഞ്ഞ മോഡലാണിത്. ഇത് ആകാശ് 2 എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. കൈൻഡ് ഓഫ് മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോഡൽ ബ്രാൻഡിങ് UB Slate എന്ന് പറഞ്ഞാൽ വളരെ വലുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെവലപ്പ്, ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ബൈ ഡേറ്റാബൈൻഡ് എന്ന് ചെയ്തിട്ടുണ്ട്. പവർഡ് ബൈ UB Surface. ഒരുപാട് ഇൻഫർമേഷൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതത്ര ഒരു നല്ല കാര്യമില്ല. എങ്കിലും ഇങ്ങനൊരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ ഇടയിൽ കൂടി മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ നമുക്ക് അങ്ങനെ അധികം കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ ഇതിൻ്റെ ഒരു നല്ലൊരു പാക്കിംഗ് ബോക്സിലാണ് വരുന്നത്. ഇതിൻ്റെ പാക്കിങ്ങിൽ തന്നെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 7-inch TFT ടച്ച് സ്ക്രീൻ ഉണ്ട്. അത് കപ്പാസിറ്റി ടച്ച് സ്ക്രീനാണ്. പിന്നെ Android 4.0 ഐസ്ക്രീം സാൻഡ്വിച്ചാണ് ഇത് പ്രീലോഡഡ് ആയിട്ട് വരുന്നത്. അതുകൂടാതെ Cortex A8 1 GHz പ്രോസസ്സർ ഉണ്ട്. 512MB റാം ഉണ്ട്. പിന്നെ വൈഫൈ കണക്ഷൻ ഉണ്ട്. പിന്നെ ഓഡിയോ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതുകൂടാതെ ഇൻബിൽ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു മിനി USB, ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇതിന് ഏകദേശം ഒരു 320 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 1 year വാറണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡിവൈസാണ്. നമുക്ക് ഇതിൻ്റെ ബ്രൗസിംഗ് കേപ്പബിലിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനൊരു ഇൻബിൽഡ് ആയിട്ട് ബ്രൗസർ വരുന്നുണ്ട്. ഇതിൽ ആദ്യം തന്നെ നമ്മുടെ സ്വന്തം സൈറ്റായ iCarely.com ലോഡ് ചെയ്ത് നോക്കാം. www.iCarely.com. ഇപ്പോൾ വൈഫൈയിലാണ് ലോഡ് ചെയ്യുന്നത്. അധികം ഡിലേ വരുന്നില്ല. വൈഫൈ അത്ര സ്ട്രോങ് എക്സ്ട്രീംലി ഗുഡ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും വളരെ മോശമില്ലാത്ത പെർഫോമൻസ് ആണ്. ഇതിൽ GPRS കണക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇതിൽ സിം ഇടാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വൈഫൈ വഴി മാത്രമേ നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബ്രൗസിങ്ങിൻ്റെ സ്ക്രോളിംഗ് എല്ലാം വളരെ സ്മൂത്തായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പിഞ്ച് ടു സൂം ഫംഗ്ഷനും അത്ര സ്മൂത്ത് അല്ലെങ്കിലും ഇത്രയും വില കുറഞ്ഞ ഡിവൈസ് ഏകദേശം 3500 റുപ്പീസിൻ്റെ ഡിവൈസിൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബ്രൗസിംഗ് പെർഫോമൻസ് വളരെ നല്ലതെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വലിയൊരു സ്ക്രീനാണ്. പിന്നെ മലയാളം കണ്ടൻസ് ലോഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല നമ്മുടെ സൈറ്റിൽ.
ആയിട്ടില്ല, പക്ഷേ ഫ്ലാഷ് കണ്ടൻസ് ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇതിൻ്റെ സ്റ്റോക്ക് ബ്രൗസറിൻ്റെ പെർഫോമൻസ് നല്ലതെന്ന് പറയാം. അതുകൂടാതെ തന്നെ ഇതിൽ ആംഗ്രി ബേർഡ്സ് പോലത്തെ ഗെയിംസ് എല്ലാം പ്രീലോഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഡെഡ് ട്രിഗർ അല്ലെങ്കിൽ സബ്വേ സർഫേഴ്സ് പോലത്തെ ഗെയിംസ് എല്ലാം ഇതിൽ വളരെ സ്മൂത്തായിട്ട് ഓടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ 1 GHz പ്രോസസ്സറുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ്, ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡുള്ള അതിൻ്റെ പ്രത്യേകതയായിരിക്കും. എങ്കിൽ തന്നെയും ഇതിൻ്റെ പെർഫോമൻസ് മോശമല്ലെന്ന് പറയാം. പിന്നെ ഇവിടെ താഴെ ഒരു ടാബ് ഉണ്ട്, സാധാരണ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സിൽ കാണുന്ന പോലെ. അതിൽ ടൈം എല്ലാം കാണാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഡയറക്റ്റ്ലി സെറ്റിംഗ്സിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഷോർട്സ് ക്വിക്ക് സെറ്റിംഗ്സ് മെനു ഇവിടെ കാണുന്നതാണ്. ഇതിൽ ഡയറക്റ്റ് വൈഫൈ ഓൺ ചെയ്യാനും ഓട്ടോ റൊട്ടേറ്റ് സ്ക്രീൻ എല്ലാം ആക്സസ് ചെയ്യാനെല്ലാം പറ്റുന്നതായിരിക്കും. അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അല്ല, എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ടാബ്ലറ്റ്സിൻ്റെ ഒരു ഈറ ഇനി വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചീപ്പായിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങി ഉപയോഗിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ടാബ്ലറ്റ് ട്രൈ ചെയ്യുന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് agaastablet.com എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, അതുപോലെ ഇത് എങ്ങനെ വാങ്ങാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇമെയിൽ ചെയ്ത് വയ്ക്കാം. എൻ്റെ ഇമെയിൽ അഡ്രസ് ikairli@gmail.com. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. ഞാൻ വിതിൻ 24 hours നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഐകെയർലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഐകെയർലിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. Okay, so I hope this was helpful. This is Daniel signing off right now. See you later. Bye bye.